ഹായ് ഓൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം മലയാളികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, കഴിഞ്ഞ 2-3 ഡേയ്സ് ആയിട്ട് ഗോൾഡ് നല്ല രീതിയിൽ ക്രാഷ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം. ഗോൾഡ് അതേപോലെ തന്നെ കമോഡിറ്റീസ് അത് യൂഷ്വലി ഒന്ന് താഴേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് അത് തിരിച്ച് അതേപോലെ തന്നെ മുകളിലേക്ക് കയറണം എന്നില്ല. ഇതൊക്കെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതാണ്. ഒരുപാട് പൊളിറ്റിക്സും അതേപോലെ തന്നെ ഒരുപാട് കൺട്രീസ് അവർ ചെയ്യുന്ന ആക്ഷൻസും ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ കഴിഞ്ഞൊരു 5 കൊല്ലം ഗോൾഡ് പ്രൈസസ് കയറിയ പോലെ തന്നെ നെക്സ്റ്റ് 5 ഇയേഴ്സ് ചിലപ്പോൾ ഗോൾഡ് പ്രൈസസ് താഴെ പോവാം. ഒരു 10 കൊല്ലമൊക്കെ ഗോൾഡ് പ്രൈസ് അനങ്ങാതെ ഇരിക്കാം. അപ്പോൾ ഒരിക്കലും ഗോൾഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാതെ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു 20% ഗോൾഡ് വേണം എന്നുള്ള രീതിയിൽ വില നോക്കാതെ കുറച്ച് പർച്ചേസ് ചെയ്ത് കയ്യിൽ വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ലോ പ്രൈസിന് വാങ്ങിച്ച് ഇനി വില കൂടുമ്പോൾ വിൽക്കാം എന്നുള്ളത് ചിലപ്പോൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ലുലുവിലൊക്കെ സെയിൽ വരുന്ന പോലെ ഒന്ന് ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് കണ്ണും പൊട്ടി വാങ്ങിച്ചിട്ട് വില കൂടാതെ ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ നോക്കി നിൽക്കരുത്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് US-ലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ പല കാര്യങ്ങളും ഡോളർ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ പല ആക്ഷൻസും ഗോൾഡ് വെച്ചിട്ട് ചെയ്യും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.